നമുക്കറിയാം, ഒരു ദിവസം യു പിയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വാർത്താ മാധ്യമങ്ങളെ സ്വീകരിച്ചത്. അഥവാ യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജിൽ 24-ലധികം നവജാത ശിശുക്കളാണ് ഓക്സിജൻ ലഭിക്കാതെ ശ്വാസം മുട്ടി മരിച്ചുപോയത്. ശ്വാസം മുട്ടി മരിച്ചുപോയെന്നല്ല പറയേണ്ടത്, യോഗി ആദിത്യനാഥ് ശ്വാസം മുട്ടിച്ചവരെ കൊന്നുകളയുകയായിരുന്നു. നമ്മളറിയണം, ഇത് ഒരു സംഭവം മാത്രമല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ആ ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിൽ മാത്രം ഒരൊറ്റ മാസം 415 കുഞ്ഞുങ്ങളാണ് ശ്വാസം കിട്ടാതെ മരിച്ചുപോയത്. ഇയാളെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? ഇയാളെ ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മരുങ്കൊല ചെയ്യുകയും ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യാത്ത പിശാചിന്റെ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യ പിശാചാണ് യു പിയിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. ഏകദേശം 8 മാസം കൊണ്ട് 1250 കുഞ്ഞുങ്ങളെയാണ് യോഗി ആദിത്യനാഥ് ശ്വാസം മുട്ടിച്ചു കൊന്നുകളഞ്ഞിരുന്നത് യു പിയിൽ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അയാൾ വെറുതെ വിട്ടില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി, ഇനിയും ഇങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് ഓക്സിജൻ സിലിണ്ടർ വാങ്ങാൻ തയ്യാറായി വന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ കഫീൽ ഖാൻ. നമ്മൾ ആരും ആ പേര് മറന്നിട്ടില്ല. അദ്ദേഹത്തെ ആദ്യം നമ്മൾ അറിയുന്നത് സ്വന്തം പണത്തിൽ നിന്ന് ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടറുകൾ മേടിച്ചു കൊടുത്ത ഒരു ഡോക്ടർ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കൊടുത്ത കഫീൽ ഖാനെ ഭീകരവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ജയിലിൽ അടക്കുകയായിരുന്നു ചെയ്തത്. മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ എന്നിട്ടും ആ മനുഷ്യനെ വെറുതെ വിട്ടില്ല. എന്തിനാ? ആദിത്യനാഥിനെതിരെ പാർട്ടി ഉണ്ടാക്കിയതിനല്ല, പിന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സ്വന്തം പണം കൊടുത്തുകൊണ്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്നതിനൊരു മനുഷ്യനെ വേട്ടയാടുകയാണ് യോഗി ആദിത്യനാഥ്. ജയിലിൽ കിടന്നുകൊണ്ട് ജയിൽ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കഫീൽ ഖാൻ തന്റെ സഹോദരൻ ഒരു കത്തെഴുതി. എന്ന് പറഞ്ഞാൽ 500 പേരോളം കിടക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ 3000-ലധികം ആളുകളെ കൊണ്ടുവന്നു കുത്തി നിറച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. രോഗം പടർന്നു പന്തലിക്കുന്നു. അതിരൂക്ഷമായ വിയർപ്പിന്റെ ഗന്ധം കൊണ്ട് ജയിലറകൾക്കുള്ളിൽ കിടക്കാൻ പറ്റില്ല. വായു സഞ്ചാരമില്ല, പ്രകാശമില്ല, കൃത്യമായ നല്ല ഭക്ഷണമില്ല, വൃത്തിയും വെടുപ്പുമില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ 4-5 ആളുകളുടെ ശരീരത്തിൽ കൈകാലുകൾ വെച്ചിട്ടല്ലാതെ ഒരാൾക്കും ആ ജയിലറകൾക്കുള്ളിൽ ഉറങ്ങാൻ പറ്റില്ല. ഇത്രയും ക്രൂരമായ നടപടികളാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യാജ ഏറ്റുമുട്ടലുകളും തല്ലിക്കൊലകളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ യു പിയിലാണ്. പശുവിറച്ചി കൈവശം വെച്ചു എന്ന പേര് പറഞ്ഞ്, പശുവിറച്ചി തിന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട്, അതേപോലെ തെരുവോരങ്ങളിൽ പുഴുവെടുത്ത് ചീഞ്ഞു മാറുന്നതായ പശുവിന്റെ ശരീരങ്ങൾ വഴിവക്കിൽ കിടക്കുമ്പോൾ, ആ പശുവിന്റെ ശരീരം സംസ്കരിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ, ആ പശുവിന്റെ ശരീരത്തിൽ ചീഞ്ഞളഞ്ഞു മാറുന്ന ശരീരത്തിലെ തോലുരിച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗം കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഈ തോല് കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടുന്നതായ 200-300 രൂപ കൊണ്ട് ഒരാഴ്ച കുടുംബത്തിന്റെ പട്ടിണി മാറ്റാമല്ലോ എന്ന് കരുതുന്ന പാവപ്പെട്ട ദലിതുകളായ സഹോദരങ്ങൾ ഈ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ പട്ടാപ്പകലിൽ പൊരിവെയിലത്ത് പരിപൂർണ നഗ്നരായി പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് ബെൽറ്റ് കൊണ്ടും തടി കൊണ്ടും മടി കൊണ്ടും മാറി മാറി അവിടെ അവിടിച്ച് അവശരാക്കുന്ന നിലയിൽ തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. നമുക്കറിയാം,
ഉന്നാവിൽ നടന്ന 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായി? 17 വയസ്സുള്ള പെൺകുട്ടി മുസ്ലിമല്ല, ഒരു ഹിന്ദുവായ പെൺകുട്ടിയുടെ കാര്യമാണ് ഇത് പറയുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും രാജ്യത്തുള്ള ഓരോ ജനങ്ങളെയും കശാപ്പ് ചെയ്യുന്ന RSS പ്രതിനിധാനം ചെയ്യുന്നതായ ഒരു പ്രത്യയ ശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന യോഗി ആദിത്യനാഥ് എത്രയും വലിയ ഭീകരവാദിയാണ് എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. 17 വയസ്സുകാരിയായ മിടുക്കിയായ ഒരു പെൺകുട്ടി, അവൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി അന്വേഷണങ്ങൾ നടത്തപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന BJPയുടെ MLA ആയ കുൽദീപ് സിംഗ് സെങ്കാറിനെ പോയി കണ്ടാൽ അവൾക്ക് ജോലി ലഭിക്കുമെന്നുള്ള കാര്യം വരെ എത്തി. അയാളും അയാളുടെ കൂട്ടാളികളും ചേർന്ന് ഈ പാവം പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു, കൂട്ടബലാത്സംഗത്തിനിരയാക്കി. എന്നാൽ ഈ പെൺകുട്ടിയും കുടുംബവും തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. ഇയാൾക്കും ഈ BJP MLAക്കെതിരെ കേസ് കൊടുത്തു. കൃത്യമായ നടപടികൾ ഉണ്ടായില്ല. വീണ്ടും സമരത്തിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് എന്ന UPയിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ ദിവസങ്ങളോളം സമരം നടത്തി. തന്റെ വീട്ടിന്റെ മുമ്പിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണും കുടുംബവും ഒന്ന് സമരം ചെയ്തിട്ട് യോഗി ആദിത്യനാഥ് തിരിഞ്ഞുപോലും നോക്കിയില്ല. അവസാനം നിരാശ തോന്നി. പെൺകുട്ടിയും കുടുംബവും സമരം അവസാനിപ്പിച്ചു പോയി. പക്ഷേ യോഗി അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. തോക്ക് കൈവശം വെച്ചു എന്ന കള്ളക്കേസ് പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവിനെ ജയിലിലടച്ചു. ജയിലിലടച്ചിട്ട് അതിക്രൂരമായ ആ മനുഷ്യനെ പീഡിപ്പിച്ചു. ഈ BJP MLAയുടെ സഹോദരനും അയാളുടെ കൂട്ടാളികളും ഓരോ ദിവസവും ലോക്കപ്പിൽ വന്ന് മണിക്കൂറുകളോളം ഈ പെൺകുട്ടിയുടെ പിതാവിനെ പീഡിപ്പിക്കുന്നു, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിരാശ തോന്നിയ ഈ പെൺകുട്ടി രണ്ടാമത് വീണ്ടും യോഗി ആദിത്യനാഥിന്റെ വീട്ടിന്റെ മുമ്പിൽ സമരം നടത്തി. ആ സമരവും വിജയിച്ചില്ല. അവസാനം നീതി കിട്ടാതെ താനെന്തിന് ജീവിക്കണമെന്ന് കരുതി ആ പെൺകുട്ടി യോഗിയുടെ വീട്ടിന്റെ മുമ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ അവൾ മരണപ്പെട്ടില്ല. പാതിവെന്ത ശരീരവുമായി അവൾ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം വന്ന വാർത്ത, ലോക്കപ്പിൽ കഴിഞ്ഞുകൂടി അവളുടെ പിതാവ്, അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. അവളുടെ അച്ഛൻ ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. ഇയാളുടെ സ്വാഭാവികമായ മരണമാണോ അതോ കൊലപാതകമാണോ എന്ന് അന്വേഷിച്ചു. ഇയാളെ തല്ലിക്കൊല്ലതാണ് എന്ന് കൃത്യമായി കണ്ട ദൃക്സാക്ഷികൾ ഒരുപാടുണ്ടായിട്ടും ഒരാളും സാക്ഷി പറയാൻ തയ്യാറായില്ല. അവസാനം ഈ ഹിന്ദു കുടുംബത്തിലെ ഉന്നാവോയിലെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ BJP MLAയുടെ സഹോദരനും കൂട്ടാളികളും തല്ലിക്കൊന്നതാണ് എന്നതിന്റെ വിഷയത്തിൽ യൂനുസ് എന്നു പേരുള്ള ഒരു മുസൽമാൻ സാക്ഷി പറയാൻ തയ്യാറായി. യൂനുസ് സാക്ഷിയായി. പക്ഷേ ആ യൂനുസിനെയും അവർ വെറുതെ വിട്ടില്ല. ഒരു ദിവസം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട യൂനുസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ യൂനുസും കൊല ചെയ്യപ്പെടുകയാണ്. CBI അന്വേഷിക്കുന്ന ഒരു കേസിലെ ഏക ദൃക്സാക്ഷിയായിരുന്നിട്ട് പോലും CBIയെ പോലും ആ ശവശരീരം കാണിച്ചു കൊടുക്കാതെ ഉത്തർപ്രദേശിന്റെ പോലീസ് അതെവിടെയോ കൊണ്ടുപോയി കുഴിച്ചിട്ടു. നമ്മൾ നോക്കേ, ഒരു ഭരണ സംവിധാനത്തെ പറ്റിയിട്ടായി പറയുന്നത്. എന്നിട്ടും ആ ഉന്നാവിലെ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല. അച്ഛൻ കൊല ചെയ്യപ്പെട്ടു, സാക്ഷിയായ മനുഷ്യനും കൊല ചെയ്യപ്പെട്ടു. അതും പോരാഞ്ഞിട്ട് കേസിന് അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ അമ്മാവനെ 19 കൊല്ലം മുമ്പുള്ള ഒരു കൊലപാതക കേസിൽ കുടുക്കി ജയിലിലടച്ചു. ആന്തരിയുണ്ട് എന്നൊന്ന് പറയാൻ പിന്നെയൊന്നില്ല അവളോടൊപ്പം നിൽക്കാൻ. ആ കുടുംബം നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി. കോടതി പറഞ്ഞു ഈ പെൺകുട്ടിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം കൊടുക്കണം. എങ്ങനാ സംരക്ഷണം കൊടുത്തെന്നറിയോ? യോഗി ആദിത്യനാഥിന്റെ പോലീസ് സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് ശരീരം എന്ന പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും അവളുടെ 2 അമ്മായിമാരെയും ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി അടച്ചു. വെളിച്ചമോ പ്രകാശമോ കാറ്റോ പോലും ഇല്ലാത്ത ഇരുട്ടുമുറിയിൽ സെക്യൂരിറ്റിയുടെ പേരിൽ. എന്നിട്ട് കേസിന്റെ ആവശ്യമായ ആ പെൺകുട്ടിക്കും കുടുംബത്തിനും ഒരു യാത്ര പോകേണ്ടി വന്നപ്പോൾ വളരെ ഐഡിയപരമായി പോലീസ് അതിൽ നിന്ന് കാര്യകാരണങ്ങൾ പറഞ്ഞൊഴിവാവുകയും ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാറിലേക്ക് നമ്പർ പ്ലേറ്റിൽ കറുത്ത പെയിന്റ് അടിച്ച ഒരു ലോറി വന്നിടിച്ചു കയറുകയും കേസിലെ പ്രധാന സാക്ഷിയായിരുന്ന അമ്മായി ഉൾപ്പെടെ 2 അമ്മായിമാരും കൊല ചെയ്യപ്പെടുകയും ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും നട്ടെല്ല് തകർന്ന് ശരീരം തളർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെടുകയും ചെയ്തു. ഒരു ഹിന്ദു സമൂഹത്തിലെ പെൺകുട്ടിക്കെതിരെ
യോഗി ആദിത്യനാഥും അയാളുടെ പോലീസും ചെയ്തു കൂട്ടിയ ദുഷ്ചെയ്തികളെ പറ്റിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. രാജ്യത്ത് തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുപിയിലാണ് ഏറ്റവും കൂടുതൽ. തല്ലിക്കൊലകൾ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഏറ്റവും ഭീകരമായ ഒരു തല്ലിക്കൊലയാണ്. മുഹമ്മദ് അഖ്ലാഖ് എന്ന വയോവൃദ്ധനായ മനുഷ്യൻ തന്റെ 2 ആൺമക്കളിൽ ഒരാളെ ഈ രാജ്യത്തിന്റെ പട്ടാള സേവനത്തിന് വേണ്ടി അയച്ചിരുന്ന മുഹമ്മദ് അഖ്ലാഖ് ഒരു ദിവസം പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ ആട്ടിന്റെ ഇറച്ചി വിൽപ്പന നടത്തുന്നതായി അദ്ദേഹം കണ്ടു. തന്റെ വീട്ടുകാർക്കും തന്റെ മകനും ആട്ടിറച്ചി വലിയ ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ആട്ടിറച്ചി വാങ്ങി വീട്ടിൽ കൊണ്ടുവരികയും അല്പമെടുത്ത് പാചകം ചെയ്യാൻ വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അവിടുത്തെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ആട്ടിറച്ചി പാചകം ചെയ്യുന്നതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നപ്പോൾ അഖ്ലാഖിന്റെ വീട്ടിൽ ഗോമാതാവിനെ പാചകം ചെയ്യുന്നു എന്ന കള്ളക്കഥ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ മൈക്കും ഓണും ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം വിളംബരം ചെയ്യുകയും തടിയും വടിയും കല്ലുകളുമായി സംഘപരിവാർ ഭീകരവാദികൾ അഖ്ലാഖിന്റെ വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം. ഈ രാജ്യത്ത് പശുവിറച്ചി തിന്നുക എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വലിയ കൊടിയ പാതകമാണോ? ഒരു മനുഷ്യനെ തല്ലിക്കൊന്നുകളയാൻ പറ്റുന്ന ഒരു കൊടിയ പാതകമാണോ പശുവിറച്ചി തിന്നുക എന്ന് പറയുന്നത്? എന്നാൽ ഈ ഭീകരവാദികൾ വീടുകളിലേക്ക് കടന്നു വന്ന് പ്രായമേറിയ മുഹമ്മദ് അഖ്ലാഖിനെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വലിച്ചിറക്കി. തടസ്സം പിടിക്കാൻ പോയ അദ്ദേഹത്തിന്റെ മറ്റൊരു മകനെയും വലിച്ചിറക്കി. കയ്യിൽ കരുന്നിരുന്നതായ തടി കൊണ്ട് തലയ്ക്കും ശരീരത്തും അടിച്ചു. വലിയ വലിയ ബ്ലോക്ക് കട്ടകളെടുത്ത് തലയിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാവം മനുഷ്യനെ അതിക്രൂരമായി തല്ലിക്കൊന്നു കളയുകയും അതിന്റെ പ്രതികളായ ആളുകളുടെ മേൽ നിസ്സാരമായ കുറ്റം ചുമത്തി വെറുതെ വിടുകയും ചെയ്തത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലാണ്. എന്റെ സഹോദരങ്ങളെ, ആയിരക്കണക്കിന് വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ 63 ആളുകളെ കൊന്നുകളഞ്ഞ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസാണ് ആദിത്യനാഥിന്റെ യുപിയിലെ പോലീസ് സംവിധാനം. 63 പേരെ കൊന്നുകളയുക. ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് സംവിധാനം മറ്റെവിടെയുണ്ട്? എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലാ കളക്ടർമാര് പൊതുജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ അക്കൂട്ടത്തിൽ ആദിത്യനാഥിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ 63 പേരെ വെടിവെച്ചു കൊന്നു എന്നുള്ളത് വലിയ ഭരണനേട്ടമായി പ്രത്യേകം എടുത്തു പറയണമെന്ന് എല്ലാ ജില്ലാ കളക്ടർമാർക്കും ആദിത്യനാഥിന്റെ ഉത്തരവ് വന്നിരിക്കുകയാ. കുറ്റങ്ങൾ ചെയ്യുന്നു, അക്രമങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ചെയ്തതൊക്കെയും ഭരണനേട്ടമായി ഉയർത്തിപ്പിടിക്കുന്ന, വികസനമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നത്. ആ നാട്ടിൽ സമാധാനം എന്ന് പറയുന്നതുണ്ടോ? ആ നാട്ടിൽ സവർണർമാർക്കല്ലാതെ സ്വാതന്ത്ര്യം എന്ന് പറയാനുണ്ടോ? യുപിയിൽ നടക്കുന്നതായ പല അക്രമങ്ങളെയും മറച്ചു പിടിക്കുവാനും യുപിയിൽ RSS വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും RSS വൽക്കരണം കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ് സംഘപരിവാരം ശ്രമിക്കുന്നത്. നമുക്കറിയാം, നാളിന്ന് വരെയും ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയെ ഗുജറാത്താക്കി മാറ്റണമെന്നാണ്, കേരളത്തെ ഗുജറാത്താക്കി മാറ്റണമെന്നാണ്, ഗുജറാത്ത് മോഡൽ വികസനം നടത്തപ്പെടണമെന്നാണ്. ഗുജറാത്തിൽ വലിയ വികസനമൊന്നും നടത്തപ്പെട്ടത് കൊണ്ടല്ല, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഗുജറാത്ത് വലിയ കുതിച്ചുയർന്നത് കൊണ്ടൊന്നുമല്ല. ജപ്പാനിലെയും അമേരിക്കയിലും മന്ത്രിമാര് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ വഴിവക്കുകളിൽ കയറിക്കിടക്കാൻ കിടക്കാറും പോലും ഇല്ലാതെ ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടി ടെന്റ് കെട്ടി കിടക്കുന്ന പാവങ്ങളെ വരെ കണ്ണിൽപ്പെടാതിരിക്കാൻ വലിയ ഫ്ലെക്സുകൾ കൊണ്ട് മറച്ചു പിടിച്ച ഗുജറാത്തിൽ ഈ പറയുന്നത് പോലെ വികസനങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ നിസാരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കലാപങ്ങൾ നടത്തി, പരിപൂർണ ഗർഭിണിയുടെ വയറ് കീറിക്കൊന്ന കലാപങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്ന കലാപങ്ങൾ, പള്ളികളും മദ്രസകളും തകർത്ത് കളഞ്ഞ, പാവപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, പാവപ്പെട്ടവരെ വെട്ടിയും അടിച്ചും കൊന്നും തീയിട്ട് കരിച്ചു കളഞ്ഞതായ നരേന്ദ്രമോദിയുടെ മോഡലിലുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുസ്ലിമുകളെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നാം അറിയുക, ഇപ്പൊ ഗുജറാത്ത് മോഡൽ എന്നുള്ളത് സംഘപരിവാരം മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത യുപി മോഡലാണ് അവർ പിടികൂടാൻ പോകുന്നത്. യുപി മോഡൽ, ആദിത്യനാഥിന്റെ ഭരണ സംവിധാനം. വർഗീയത കൊണ്ട് കൂറുതെളിയിക്കുന്നവർക്കൊക്കെ പ്രധാനമന്ത്രി പദവും
അവർക്കൊക്കെ ആഭ്യന്തര വകുപ്പും മറ്റ് സ്ഥാനമാനങ്ങളും ഒക്കെ സംഘപരിവാരം ഒഴിച്ചിടുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്വഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും ഏറ്റവും വലിയ വർഗീയവാദി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന യുപിയിലെ യോഗി ആദിത്യനാഥ് തന്നെയാണ്. ഇത് പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്നത് RSS സിദ്ധാന്തത്തെയാണ്. RSS എന്ന് പറഞ്ഞാൽ സവർണന്മാരെയല്ലാത്ത മറ്റാരെയും മനുഷ്യരായി കാണാത്ത മനുവാദത്തിന്റെ സിദ്ധാന്തമാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്. ആ യോഗി ആദിത്യനാഥിന്റെ ഇന്ത്യ കൊണ്ടുവരാൻ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് സമാധാനം ലഭിക്കുമെന്ന് കരുതണ്ട. ആ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കോ കമ്മ്യൂണിസ്റ്റുകൾക്കോ ദലിതുകൾക്കോ സമാധാനം ലഭിക്കുമെന്ന് കരുതണ്ട. ഇപ്പോഴും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ മനുവാദം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തല്ലിക്കൊലകൾ നടക്കുന്നത്, നീതി നിഷേധങ്ങൾ നടക്കുന്നത്. എന്ന് മാത്രമല്ല, അവർണ കുടുംബത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട ദലിതുകളായ മനുഷ്യര്, താഴ്ന്ന ജാതിക്കാരായ മനുഷ്യര്, ഇപ്പോഴും ചെരുപ്പ് കുത്താൻ വിധിക്കപ്പെട്ടവർ, മലം ചുമക്കാൻ വിധിക്കപ്പെട്ടവർ, അവർക്ക് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം പോലും സവർണന്മാർ യുപിയിൽ കൊടുക്കുന്നില്ല. വിവാഹത്തിന്റെ ദിവസം ഒരാദിവാസി യുവാവിനെ സംഘപരിവാർ ഭീകരവാദികൾ തല്ലിച്ചതച്ചത് വിവാഹത്തിന്റെ ദിവസം അണിഞ്ഞൊരുങ്ങിയിട്ട് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടാ. അതിനുള്ള സ്വാതന്ത്ര്യമില്ല. വഴിവക്കിൽ 19 വയസ്സുള്ള കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ദലിത് കുടുംബത്തിൽപ്പെട്ടവരായതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു സിദ്ധാന്തമാണ് RSS ഇന്ത്യ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് എങ്കിൽ RSS വൽക്കരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ആദിത്യനാഥും സംഘപരിവാരവും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടിൽ ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും സമാധാനമില്ല. ഇപ്പൊ നമ്മൾ കണ്ട വാർത്തയുണ്ട്, യുപിയിൽ ഹത്രാസ് പീഡനമൊക്കെ നമുക്കറിയാം. അതേ ഹത്രാസിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി കേസ് കൊടുക്കുകയും അതിന്റെ പേരിൽ പ്രതിയെ പിടിക്കുകയും എന്നാൽ അവനെ ജാമ്യം കൊടുത്ത് വെറുതെ വിടുകയും ചെയ്തപ്പോൾ തനിക്കെതിരെ കേസ് കൊടുത്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ പിതാവിനെ അവൻ വെടിവെച്ചില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ് ഉത്തർപ്രദേശിൽ, സർവ്വസാധാരണമാണ് ഉത്തർപ്രദേശിൽ. ഹത്രാസിൽ നടന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ. 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ യോഗി ആദിത്യനാഥിന്റെ ഉന്നത കുലജാതന്മാരെന്ന് പറയപ്പെടുന്ന സവർണ ഭീകരവാദികൾ അവളുടെ ശരീരത്തിൽ കിടന്ന ദുപ്പട്ടയെടുത്ത് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി ശ്വാസമോ ശബ്ദമോ പോലും പുറത്തേക്ക് വരാതെ അവളെ വലിച്ചടച്ച് പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി. ഈ 4 ഭീകരവാദികളും മാറി മാറി മണിക്കൂറുകളോളം എടുത്ത് അവളെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് അവളുടെ ശരീരം ലഭിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അതിക്രൂരമായ പീഡനത്തിന്റെ പേരിൽ ആ 19 വയസ്സുള്ള പെൺകുട്ടിയുടെ 2 കൈകളും 2 കാലുകളും തളർന്നു പോയി എന്നാണ്. എന്ന് മാത്രമല്ല, ഈ പീഡിപ്പിച്ചവന്മാരുടെ പേര് പുറത്തു പറയാതെ ഇരിക്കാൻ ആ പെൺകുട്ടിയുടെ നാവ് മുറിച്ചെടുക്കുകയുണ്ടായി. നമ്മൾ നോക്ക്, ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എത്ര വലിയ കോളിളക്കം ഉണ്ടാവും. ആ പ്രതികളെ പിന്നെ ജീവനോടുകൂടി പുറപ്പെടാൻ ഉത്തരവാദിത്തമുള്ള ഒരു സംസ്ഥാന സർക്കാർ അനുവദിക്കുവോ? പക്ഷെ എന്താ ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ അവളുടെ മൃതശരീരം വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ യുപി പോലീസ് രഹസ്യമായി കൊണ്ടുപോയി ഏതോ കാട്ടിൽ കൊണ്ടിട്ട് രാത്രിയുടെ നിശബ്ദതയിൽ കത്തിച്ചു കളഞ്ഞു. തൊട്ടടുത്തുള്ള ദിവസം കത്തിക്കരിഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മൃതശരീരമാണ് ആ വീട്ടുകാർക്ക് കിട്ടിയത്. എന്ന് മാത്രമല്ല, ഈ ക്രൂരമായ പീഡനത്തിന് അവളെ വിധേയരാക്കിയ സവർണ സംഘപരിവാര മൃഗങ്ങളെ നിസാരമായ കേസ് ചുമത്തിയിട്ട് ജയിലിലടക്കി അവന്മാർക്ക് വെറുതെ വിടാൻ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ഹിന്ദുക്കൾക്ക് പോലും സമാധാനമില്ല. ഉന്നാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹത്രാസിൽ നിന്ന് തന്നെ 1ഉം 2ഉം സംഭവം നമ്മൾ കേട്ടു. ഉന്നാവോ പീഡനം നമ്മൾ മറന്നിട്ടില്ല. അവിടെയും 1ലേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാരും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി
അവള് പോലീസിൽ കേസ് കൊടുത്തു. പക്ഷേ ആ പെൺകുട്ടിക്ക് വേണ്ടി നടപടിയെടുത്തില്ല ഉത്തർപ്രദേശ് പോലീസ്. പ്രതികളെ പിടികൂടിയില്ല. ആ പ്രതികൾ എന്താ ചെയ്തത്? തങ്ങൾക്കെതിരെ പരാതി കൊടുത്തതിന് ഉന്നാവിലെ പാവപ്പെട്ട പെൺകുട്ടിയെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി ശിക്ഷ എന്നോണം അവളുടെ തലയ്ക്ക് മീതെ മണ്ണെണ്ണ ഒഴിച്ച് ജീവനോടെ അവളെ ചുട്ടേരിച്ചിട്ട് ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചവൾ മരണപ്പെടുകയായിരുന്നു. ഇരകളോടൊപ്പം നിൽക്കാൻ ഉത്തർപ്രദേശ് പോലീസിന് പറ്റുന്നില്ല. ഉത്തർപ്രദേശ് പോലീസിൽ എങ്ങനെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നറിയോ? പ്രത്യേകമായ സംഘടനകളും ഏജൻസികളുമുണ്ട്. അതിൽ നിന്ന് RSSനോട് പ്രതിബദ്ധതയും കൂറും പുലർത്തുന്നവർക്ക് മാത്രമാണ് പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് നൽകിക്കൊണ്ടവരെ പോലീസുകാരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ളത് ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ്. ഇന്ത്യ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ ഏറ്റവും ക്രൂരനായ, ഏറ്റവും മോശമായ കേസുകളുള്ള, ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് തന്നെയാണ്. അയാളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള മുഖ്യമന്ത്രിമാരിൽ 1-ാം സ്ഥാനത്ത് നമുക്ക് നിർത്താൻ പറ്റുന്നത്. നിസ്സാര കേസൊന്നുമല്ല. വണ്ടിക്ക് കല്ലെറിഞ്ഞതോ സമരം നടത്തിയതോ ഒന്നുമല്ല. അതിഭയങ്കരമായ കലാപങ്ങൾക്ക് ആഹ്വാനം നടത്തിയ കേസുകൾ ഉൾപ്പെടെ, കൊലപാതക ശ്രമങ്ങളും അതിനോടനുബന്ധിച്ച കേസുകളും ഉൾപ്പെടെ വലിയ വലിയ ഭീകരമായ കേസുകളുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിലവിൽ 35 MLA-മാർ വർഷങ്ങളോളം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുവാനുള്ള നിലയിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അതേപോലെ UP-യിലെ 81 മുൻ MLA-മാർ ഇതേപോലെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുവാനുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. UP-യിലെ എത്രയോ MP-മാർ വലിയ വലിയ കലാപങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പ്രതികളാക്കപ്പെട്ടുകൊണ്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് നിരപരാധികളായ 2 ചെറുപ്പക്കാരെ പിടിച്ചിട്ട് അവരെ ഭീകരവാദികളായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം. ഓരോ 90 മിനിറ്റുകളിലും ഓരോ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 6ഉം 7ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കപ്പെടുന്നു. അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അവർ തടിയും വടിയും കൊണ്ട് തല്ലിക്കൊല ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഭീകരവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഓരോ 2 മണിക്കൂറുകളിലും ഓരോ സ്ത്രീകൾ വീതം ബലാത്സംഗം ചെയ്യപ്പെടുന്ന, സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാത്ത, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത, സ്വസ്ഥമായി വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നിലയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വിള്ളൽ വന്നിരിക്കുന്ന, ഓരോ 2 മണിക്കൂറുകളിലും ഓരോ സ്ത്രീകൾ വെച്ച് പീഡിപ്പിക്കപ്പെടുന്ന, ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ആദിത്യനാഥ് ഭരണം നടത്തുന്ന ഉത്തർപ്രദേശ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക. ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ഏറ്റവും കുറഞ്ഞത് 150 കേസുകൾ ഓരോ ദിവസവും ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 150 സ്ത്രീകളെ ആക്രമിച്ച കേസ്. നമ്മൾ നോക്കണം, അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടോ? അവിടെ ഒരു പോലീസ് സംവിധാനമുണ്ടോ?